السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയ സുഹൃത്ത് സഫീർ അലി കമി അതുപോലെ തന്നെ അഹ്ലൻ റമദാൻ എന്ന ടൈറ്റിലിൽ ഇവിടെ നടത്തുന്ന ഈ പ്രോഗ്രാമിലെത്തിയിട്ടുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വളരെ ആത്മാർത്ഥപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇവിടെ റമദാൻ പ്ലാനിങ് വളരെ വൃത്തിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. റമദാനിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. നോമ്പ് നോൽക്കേണ്ട ആവശ്യകത പറഞ്ഞു. അതേപോലെ തന്നെ തറാവീഹ് നമസ്കരിക്കേണ്ടതും ഖുർആൻ പാരായണം ചെയ്യേണ്ടതും ഹിഫ്ളാക്കേണ്ടതും അതിൻ്റെ തഫ്സീറും പാവപ്പെട്ട ആളുകളെ നോക്കേണ്ടതും സ്വതക്ക ചെയ്യേണ്ടതും ഇഅ്തികാഫിരിക്കേണ്ടതും ഉംറ ചെയ്യേണ്ടതും നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം എങ്ങനെ നമുക്ക് റമദാനെ ഉപകാരപ്പെടുത്താൻ പറ്റും? റമദാൻ മാസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള മാസമാണ്. അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്, സാദാ മാസം പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിട്ടുള്ള പദം ഷഹ്റുൻ മുബാറക് എന്ന്. ഷഹ്റു മുബാറക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ മാസമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശാലമായ ആ വിഷയം ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഞാൻ എൻ്റെ ഒരു ദിവസം പറയുന്നതിന് മുമ്പ് ഒരു പോയിന്റും കൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ അള്ളാഹുവിൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ രണ്ടാൾ വരികയുണ്ടായി. തുലത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ആ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഒരാളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അയാൾ അതികഠിനമായ പരിശ്രമം ദീനിൻ്റെ വിഷയത്തിൽ നടത്തുന്ന ആളാണ്. ഇബാദത്തുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അത്ര തന്നെ കഠിന പരിശ്രമം നടത്താത്ത വ്യക്തിയാണ് രണ്ടാമത്തെ വ്യക്തി. അങ്ങനെ അദ്ദേഹം, ഒന്നാമത്തെ വ്യക്തി കഠിന പരിശ്രമം നടത്തുന്ന വ്യക്തി ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായി എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന തുലത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കാണുന്നത് എന്താ വെച്ചാൽ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വർഗത്തു നിന്ന് ഒരാൾ ഇങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആ വ്യക്തി നിലനിൽക്കെ രണ്ടാമത്തെ വ്യക്തി ഉണ്ടല്ലോ, അത്ര തന്നെ കഠിന പരിശ്രമം നടത്താത്ത വ്യക്തി, ആ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത, ഈ ഷഹീദായ വ്യക്തിക്ക് ശേഷം 1 വർഷം ജീവിച്ചു. അങ്ങനെയാണ് സാധാരണ സ്വാഭാവിക മരണത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്ന ആള് ഈ വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഷഹീദായ വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുലാ റളിയല്ലാഹു അൻഹു വളരെയധികം അത്ഭുതം കൂറി സഹാബികളുടെ അടുക്കൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടു എന്ന്. അപ്പോൾ അവർക്കും അത്ഭുതമായി. അങ്ങനെ റസൂലിൻ്റെ മുന്നിലേക്ക് വന്നു. റസൂലിനോട് പറഞ്ഞു, ഷഹീദായ വ്യക്തിയേക്കാളും മുന്നേ തന്നെ അത്ര തന്നെ കഠിന പരിശ്രമം നടത്താത്ത വ്യക്തിയാണോ സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ചത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയാണ്, അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന. ഈ വ്യക്തി ഷഹീദായതിനു ശേഷം 1 വർഷം അദ്ദേഹം ജീവിച്ചോ? സ്വഹാബികൾ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ. അദ്ദേഹത്തിന് ഒരു റമദാൻ മാസം കിട്ടിയോ? അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിഞ്ഞോ കൂടുതൽ? സ്വഹാബികൾ പറഞ്ഞു, അതെ. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു റമദാൻ ഷഹീദായ വ്യക്തിയേക്കാളും അധികം കിട്ടിയ വ്യക്തി ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു എന്നാണ്. ഈ ഒറ്റ പോയിന്റ് മാത്രമാണ് റമദാൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആമീൻ പറയുന്നതിന് ഒരു പ്രാധാന്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നുണ്ട്. കാരണം റമദാനിലേക്ക് എത്തുക എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമാണ്. 2 ദിവസം മുമ്പ് ഖാലിദ് ബിൻ വലീദിൽ ഒരു ചെറുപ്പക്കാരൻ, 35 വയസ്സുള്ളൂ, 2 ദിവസമായില്ലേ, അദ്ദേഹം 10 മണിക്ക് രാത്രി 10 മണിക്ക് ലിഫ്റ്റിൽ നിന്നാണ് അറ്റാക്കായി മരിക്കുന്നത്. 35 വയസ്സാണുള്ളത്.
ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നലെ റയീസ്ക അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ CCTV നിന്ന് എനിക്ക് ഞാൻ കാണിച്ചു തന്നു. 9:30 മണിക്ക് അദ്ദേഹം അവരുടെ കടയുടെ മുന്നിലൂടെ ഒരു കവറും പിടിച്ച് ഇങ്ങനെ നടന്നു പോണ രംഗം. അരമണിക്കൂർ കൊണ്ട് പിന്നെ അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഒരു പ്രശ്നവുമില്ല, പൂർണ്ണ ആരോഗ്യവാനാണ്. ഇഹലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹം വിട്ടിരിക്കുകയാണ്. അത്തരം അവസ്ഥയൊക്കെ നമുക്കും തൊട്ടടുത്ത നിമിഷങ്ങളിൽ വരാനിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. യാ ബാഗിയൽ ഖൈർ അഖബിൽ, റമദാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ്. നന്മ ആഗ്രഹിക്കുന്നവരെ അഖബിൽ, നിങ്ങൾ മുന്നോട്ട് വരണം. യാ ബാഗിയ ശർ, തിന്മയുമായി ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ അഖ്സുർ, അത് ചുരുക്കണം, ഒഴിവാക്കണം, ചെയ്യരുത്. റമദാൻ മാസം പ്രധാനമായിട്ടും നമ്മൾ ഇശാ നിസ്കരിച്ചതിന് ശേഷം ഫജ്റിന് മുമ്പ് വരെ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വരെയാണ് നിയ്യത്തിൻ്റെ സമയം. നമ്മളൊരു ദിവസം ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് നിയ്യത്താണ്. ഏതൊരു അമലിനും നിയ്യത്ത് വേണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കാൻ നിന്നാൽ ചില ആളുകൾ ഉസല്ലി ഫർളി അർബ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലി പറഞ്ഞ് ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കുന്നതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലലല്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ്. നവൈതു സോമഹുദ്ദീൻ അനദായി ഫർദ റമദാനി ആദി സനത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലലല്ല, പറയലല്ല. വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ, ആ നവയാണ് ശരിക്ക് നിയ്യത്ത് എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ നെയ്യത്താണ് ഒരു ദിവസം നമ്മൾ വേണ്ടത്. എല്ലാ റമദാനിൻ്റെ രാത്രിയിലും ഇശാക്ക് ശേഷം ആരംഭിക്കുന്നു അതിൻ്റെ സമയം. ഫജ്റിന് മുമ്പായിട്ട് ഒരൊറ്റടിക്ക് ഞാൻ റമദാൻ മാസം മുഴുവൻ നോമ്പ് നിൽക്കാൻ നിയ്യത്ത് വെച്ചാൽ ഓരോ ദിനരാത്രങ്ങളിലും നമ്മൾ നിയ്യത്ത് വെക്കണം. നമ്മളിപ്പോൾ ചൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചൊല്ലലുമില്ല കരുതലും ഇല്ലാത്ത അവസ്ഥയ്ക്ക് വരരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നോമ്പ് സ്വീകരിക്കൂല. സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്ന് വേണമെങ്കിൽ ഫജ്റിന് ശേഷമാണെങ്കിൽ എന്ത് ചെയ്യാം, സുന്നത്ത് നോമ്പ് നമുക്ക് കരുതാവുന്നതാണ്. ഇത് മറ്റൊരു വിഷയമാണ്, മറ്റൊരവസരത്തിൽ നമുക്ക് പറയാവുന്നതാണ്. നമ്മളൊക്കെ പ്രവാസികളാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് രാത്രി ജോലി ഉണ്ടാവില്ല, പകൽ മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ സമയം ഇബാദത്തുകൾക്ക് വേണ്ടി ക്രമപ്പെടുത്തേണ്ടത് ഓരോരോ രൂപത്തിലാണ്. ഞാനുമായി ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോലി കഴിഞ്ഞ് വരുന്നു, 2 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ഉറങ്ങും, സ്വാഭാവികമാണ്. ഈ ഉറക്കം സഹൂറിനെ ഇല്ലാതാക്കരുത്, അത്താഴത്തെ ഇല്ലാതാക്കരുത്. അത്താഴത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തസഹറു ബിസുഹൂരി ബർക്ക, അതിൽ ബർക്കത്തുണ്ട്. മാത്രമല്ല റസൂലിൻ്റെ പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിയ. അപ്പോൾ റസൂലിൻ്റെ പ്രാർത്ഥന കിട്ടിയ, അള്ളാഹു ബർക്കത്താക്കിയ ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് പച്ചവെള്ളവും 2-3 ഈത്തപ്പഴം അതെങ്കിലും കഴിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ സഹൂർ എന്ന സുന്നത്തിന്, നിർബന്ധമുള്ള സുന്നത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള സുന്നത്തിനെ നിങ്ങൾ ജീവിപ്പിക്കണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. 2 മണിക്ക് ജോലി ചെയ്ത ഒരാൾ, അയാൾ ചിലപ്പം സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ അലാറം വെച്ചിട്ട് എണീറ്റ് പള്ളിക്ക് പോകും, ഒന്നും കഴിക്കൊന്നുമില്ല. അപ്പോൾ റസൂല് പറഞ്ഞ എന്താ വെച്ചാൽ, പിന്നെ അത്താഴത്തെ വൈകിപ്പിക്കണം, നോമ്പ് തുറയെ ധൃതി കൂട്ടണം. രണ്ടും ഓപ്പോസിറ്റാണ്. അത്താഴ സമയത്ത് നമ്മൾ വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 മണിക്ക് തന്നെ നീച്ച് ഭക്ഷണം കഴിക്കുകയല്ല വേണ്ടത്. ഒന്നും കൂടി അങ്ങോട്ട് ഒരു 50 ആയത്തോതിന സമയം പറഞ്ഞല്ലോ അവിടെ, അത്രേ ഉള്ളൂ, അവിടെ കഴിച്ചാൽ മതി. നോമ്പ് തുറയാകുമ്പോൾ അത് ധൃതി കൂട്ടണം, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒന്ന് പറഞ്ഞതാണ്, സഹൂറിന് എന്ത് ചെയ്യണം, നമ്മൾ സജീവാക്കണം. നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടും, സഫീറിലേക്ക് സംസാരിച്ചു കഴിഞ്ഞു, ആ സമയം ഉറങ്ങാൻ ഒരു കാരണവശാലും നമ്മൾ തയ്യാറാവരുത്. അത് പ്രത്യേകിച്ച് പ്രവാസികൾ എന്നുള്ള നിലക്ക് എനിക്ക് ഉണർത്താനുള്ളത്, വൈകി ജോലി കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് അത് പിന്നെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ, അത്താഴം കഴിച്ച ഉടനെ കുറച്ച് ഓതുകയോ അല്ലെങ്കിൽ നേരെ വുളു എടുത്ത് പള്ളിയിലേക്ക് വേഗം പോവുക. പള്ളിയിൽ പോയ ഉടനെ കയറിയ ഉടനെ വീട്ടിൽ നിന്ന് തന്നെ വുളു എടുക്കുക കേട്ടോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. റമദാൻ്റെ ഒരു ദിവസം നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് പറയുമ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ ഈ ക്രമം വേണ്ടേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ശരിക്കും എല്ലാ ദിവസവും തന്നെ വേണ്ടേ, പക്ഷേ നമ്മൾ ഒന്നും കൂടിയും
സുസജ്ജമായി സജീവമായി ഷഹ്റു മുബാറക്ക് എന്ന് പറഞ്ഞ ആ മുബാറക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയ്യത്ത് നന്നാക്കിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്താ അങ്ങനെ ഒരു നിയ്യത്ത് വരാൻ കാരണം? റമദാൻ മാസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നമ്മളതിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? 70 വർഷത്തെ യാത്രാ ദൂരത്തേക്ക് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു മാറ്റിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താ? കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുമ്പോൾ അള്ളാഹ് നേരിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലേ? ഖുർആൻ ഒരു അർഫ് ഓതിക്കഴിഞ്ഞാൽ എത്ര കൂലി? 10 കൂലിയാണ്. 10 കൂലിയാണ് അല്ലേ? എന്നാൽ റമദാനിൽ ഒരു അർഫ് ഓതിക്കഴിഞ്ഞാൽ എത്രയാ കൂലി? 700 ഇരട്ടിയാണ്. അല്ല, വാന അജ്സീബി, ഞാനാണത് അതിന് പ്രതിഫലം തരുന്നത്. എത്രയെന്നറിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന ഒരു മാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രമപ്പെടുത്തലുകൾ വരുത്തുന്നത്. നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകുന്നു. പള്ളിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം അല്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഉദു എടുത്തിട്ടാണ് പോണ്. ഒരു കാൽപാദം വെച്ച് കഴിഞ്ഞാലുള്ള പുണ്യം എത്ര? ഒരു കാൽപാദം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പദവി ഉയരുകയാണ്. മറ്റേ കാൽപാദം വെക്കണോ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. റമദാനാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അങ്ങനത്തെ ഒരു നിയ്യത്തുമായിട്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ചെല്ലുക. പള്ളിയിലേക്ക് എത്തുന്നു. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറുക. അതൊക്കെ അറിയണമാണ് ഉസ്താദ്, നിങ്ങൾ പറയണ്ട, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ബോധപൂർവമുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അശ്രദ്ധപൂർവ്വം പള്ളിയിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് വെച്ചതെന്നുള്ളത് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. വലത് കാൽ വെക്കുക, അങ്ങനെ നെയ്യത്തുമായിട്ട് തന്നെ പോവുക. അതവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിനോടത്ത് വരെ അത് കാണിക്കണം. ഡ്രസ്സ് ധരിക്കുന്നിടത്ത് വരെ അത് കാണിക്കും. വലതിനെ മുന്തിക്കുക എന്നുള്ളത്. വലതിന് എല്ലാ കാര്യത്തിലും വലതിനെ മുന്തിക്കുക. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെക്കുക. പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന ചെല്ലുക. നേരെ പോയിട്ട് ഒരു മൂലയിൽ പോയിരിക്കല്ലേ വേണ്ടേ? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. തഹിയ്യത്ത് നിസ്കരിക്കുക. ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഉറങ്ങണ്ട വിചാരിച്ചിട്ട് പള്ളിക്ക് പോവാണ്. അങ്ങനെ പള്ളിയിൽ കയറി ഖുർആൻ ഓതുന്നു. സഫീർ അലിക്കമി പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചധികം ആ സമയത്ത് ഓതാം, അല്ലെങ്കിൽ ദിക്റുകൾ ചെയ്യണം. ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിന് ജവാബ് കൊടുക്കണം. ബാങ്കിന് ജവാബ് കൊടുക്കണേ പുണ്യമുണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബിയുടെ പേരിൽ ഒരു സ്വലാത്തില്ല, നബിയുടെ പേരിൽ സ്വലാത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇതൊക്കെ പറയുമ്പോൾ റമദാൻ്റെ ആദ്യ ദിവസങ്ങളിൽ ആ ഒരു ആവേശവും ഉന്മേഷവും നശാത്തും കുവ്വത്തും ഒക്കെ നമുക്കുണ്ടാവും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ നശാത്തൊക്കെ അങ്ങോട്ട് താഴ്ന്നു പോകുന്നത് കാണാൻ കഴിയും. ക്ഷീണിതനാവുന്ന അവസ്ഥ വരും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. ക്രമീകരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതിന് മുന്നേ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. അപ്പോൾ ആ 2 റക്അത്തിൻ്റെ പുണ്യം എത്രയാണെന്ന് മനസ്സിലാക്കണം. ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പുണ്യത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഈമാനികമായ അളവും തഖ്വയുടെ അളവും കൂടും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖൈറു മിനദ് ദുനിയ വമാ ഫിഹാ. 2 റക്അത്ത് റവാത്തിബ് നമസ്കാരങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ രാവിലെയാണ്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിന് അതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി ഒരിക്കലും ഒഴിവാക്കരുത്. ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം എന്താ? നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക്, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക്, ജമ്മും കസറാക്ക സുന്നത്ത് നമസ്കാരങ്ങൾക്കൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാണെങ്കിൽ പോലും ഒഴിവാക്കാത്ത നമസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. റവാത്തിബ് സുന്നത്ത് അവിടുന്ന് നമ്മൾ തുടങ്ങുന്നു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ ഓതിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിരിക്കുകയാണ്. ആ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് വേണ്ടി പുറത്തു കൊടുക്കണേ. ആ പ്രാർത്ഥന നമുക്ക് അവിടെ കിട്ടും. മാത്രമല്ല, അത്രയും സമയവും നമ്മൾ നമസ്കാരത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പുണ്യങ്ങളല്ലേ ഇതൊക്കെ! എല്ലാ ദിവസവും നമുക്ക് കിട്ടണം. റമദാനിൽ നിർബന്ധപൂർവ്വം അത് ചെയ്യാം. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സൊഫിനെ റെഡിയാക്കുക. പലപ്പോഴും നമ്മുടെ അടുത്തുള്ള ആൾ അത്ര തന്നെ ശ്രദ്ധിച്ചോണമെന്നില്ല. എന്നാലും മടമ്പ് ചേർത്ത് തോളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി
നമ്മൾ ശ്രദ്ധിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ശക്തമായി പറഞ്ഞ ഒരു സുന്നത്തും കൂടിയാണ് കേട്ടോ, സ്വഫ് ശരിയാക്കുക എന്നുള്ളത്. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ ഈ വസ്വാസില്ല ഒരവസ്ഥ ഉണ്ടായത്. ചില ആളുകൾ അങ്ങനെ കെട്ടാൻ നടുക്ക് ആടാവൂല, അല്ലാഹ് 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 അല്ലാഹ്, അത് ശൈത്വാനിയത്താണ്. നല്ലോണം ശ്രദ്ധിക്കുക, നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് കരുതാണല്ലോ, കരുതിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൈഫിയത്തു സ്വലാത്ത് എങ്ങനെയാണ്, സുല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അപ്പോൾ തന്നെ അവിടെ കെട്ടിനോട് കൂടി വേറെ ലോകത്തേക്ക് നമ്മൾ പോകരുത്. അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെയൊക്കെ എത്രയോ തവണ ക്ലാസ് എടുത്താൽ പിടിച്ചു വെക്കണം നമ്മുടെ മനസ്സിന്. റസൂൽ നെഞ്ഞിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് തഖ്വ ഇവിടെയാണ്, അത് ഇവിടുന്നേ വരുള്ളൂ, വേറെ ഇവിടുന്ന് കിട്ടൂല, അത് ഇവിടുന്ന് ഉയർന്നു വരണം. അതിന് നമ്മൾ ഈമാൻ കൂട്ടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാം. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഓരോ വേളയിലും അർത്ഥമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ ചെല്ലുക. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലണം. അതറിയില്ലെങ്കിൽ പഠിക്കണം. മയ്യത്ത് നിസ്കാരം അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കും. എന്തുകൊണ്ട്? എൻ്റെ ബാപ്പാനെ മയ്യത്ത് എനിക്ക് നിസ്കരിക്കണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരെ മയ്യത്ത് എനിക്ക് നിസ്കരിക്കണം എന്നുള്ളതുണ്ട്. അതിൻ്റെ അർത്ഥം വരെ നമ്മൾ പഠിക്കും, അല്ലേ? എങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ അർത്ഥം പഠിച്ച് നിസ്കരിച്ചാൽ അതിന് കിട്ടുന്ന പുണ്യം മറ്റൊരു രൂപത്തിലാണ്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം കഴിഞ്ഞു, സുബഹിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. സുബഹിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കുക. നേരെ ഈ കൈ ബാക്കിൽ കൊണ്ടേ കുത്തരുത്. ഇടത് കൈ ഉണ്ടല്ലോ, ഇടത് കൈ പിറകിലാക്കി കുത്തരുത്. അങ്ങനെ കുത്തുന്ന ഇരുത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. ആ ഇരുത്തത്തിന് പോലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ വിരലിങ്ങനെ പൊട്ടിക്കും. ആ ഒരു വിരൽ പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും അവിടെ ഉണ്ടാവരുത്. അവിടെ ഇരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. പിന്നെ അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറകത. അതറിയാത്ത ആളുകളുണ്ട്, പള്ളീൻ്റെ സൈഡിലുണ്ടാവും, നോക്കിയാൽ മതി. ഇനി പള്ളീൻ്റെ സൈഡിലില്ലെങ്കിൽ ജമീൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ഇതിൽ. ജമീൽ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, മൊബൈൽ കയ്യിൽ കരുതുക. എന്നിട്ട് ആ ജമീൽ ആപ്പിൽ നിന്ന് എന്ത് ചെയ്യുക? നിസ്കാരത്തിൽ ഓരോ ദിക്റുകളും അതിൻ്റെ അർത്ഥം ഉണ്ടാവും നമ്മൾ മുന്നിൽ വെക്കുക, ചെല്ലുക. അങ്ങനെ ചൊല്ലി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി, പിന്നെ ആയത്തുൽ കുർസിയൊക്കെ ഓതി, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും, അത് ഓരോ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ ചൊല്ലിയിട്ട് സുബഹിക്ക് അവിടെ തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരിക്കുമ്പോൾ കുറേ ആളുകൾക്ക് ദിക്റുകൾ അറിയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി ഇല്ലാതെ അതറിയാത്തോല ആരാള് 100 പ്രാവശ്യം ചൊല്ലിക്കൊള്ളി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതറിയാത്ത ആരല്ല? അത് 100 പ്രാവശ്യം ചൊല്ലുക. പിന്നെ ആ ജമീൽ ആപ്പിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ്? അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ അതുണ്ട്. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ആ പ്രാർത്ഥന ഉണ്ട്. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ അതുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി പറഞ്ഞിട്ടുള്ള ദിക്റുണ്ട്. എല്ലാ ദിക്റും ഉണ്ട് അവിടെ. ആ ദിക്റുകളൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി പ്രാർത്ഥനകളൊക്കെ നടത്തി സൂര്യൻ ഉദിക്കുവോളം, ഉദിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുക. ഇഷ്റാഖ് അതായത് തഹിയ്യത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. 2 തഹിയ്യത്തല്ല, ളുഹ 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങാം. എന്താ കൂലി! ആ ഇവിടെ ഉംറൻ്റെ കൂലി, ഹജ്ജിൻ്റെ കൂലി എന്ന് പറഞ്ഞല്ലോ, അവിടെ റസൂൽ നടത്തിയൊരു പ്രയോഗമുണ്ട്. അതൊക്കെ അങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുന്നവർക്ക് താമത്തൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസിൻ്റെ കൂടെ അങ്ങനെയുള്ളത് കിട്ടുമോ എന്ന് നമുക്ക് ഒരു ശങ്ക. ഒരു ഹജ്ജ് ചെയ്യാൻ അത്ര ഇവിടെ നിന്നാണെങ്കിൽ 12,000 റിയാൽ കൊടുക്കണം, അല്ലെങ്കിൽ 9,000 റിയാൽ കൊടുക്കണം. നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ 4-5 ലക്ഷം റുപ്യ കൊടുത്താലേ ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? എങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് വാങ്ങാൻ പറ്റും എല്ലാ ദിവസവും. താമത്തൻ എന്ന് റസൂൽ പറഞ്ഞു. എന്താ താമത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണ കൂലി. ഹജ്ജിൻ്റെയും ഉംറയുടെയും പരിപൂർണ കൂലിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പ്ലാനുകൾ ഉണ്ടാക്കണം. കുറേ വൈകി വന്ന് ഉറങ്ങിയ ഒരാളാണ്, ജോലി കഴിഞ്ഞ് വന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു ഇസ്തിറാഹത്തിന് വേണ്ടി പോയി ഉറങ്ങാം. പലപ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഉറക്കല്ലേ, അതിന് ഉലമാക്കളൊക്കെ വെറുത്തിട്ടുണ്ട്. ബോധപൂർവം നമുക്ക് കുറച്ച് നേരം, ഒരു 10 മണിക്കാണ് ഓഫീസ് തുടങ്ങുന്നതെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഉറങ്ങാം. നമ്മുടെ ശരീരത്തിനോടും ചില ബാധ്യതകളുണ്ട്. ചില ആൾ നോമ്പൊക്കെ കയറിയിട്ട് ഇബാത്താണ് കൂടും. ഇബാത്താണ് കൂടി കഴിഞ്ഞാൽ ഉറക്കല്ലെങ്കിൽ പിന്നെ 2-ാമത്തെ ദിവസം എന്തുണ്ടാവും? കയ്യൊട്ടി പാട്ടാണ്ട് കാണാൻ കഴിയും. കാരണം സാധനം ഇവിടുന്നാണ്ട് കറങ്ങും.
അപ്പോൾ നമ്മുടെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കണം. അത് നിർവഹിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തറാവിസ്കാരത്തിന് ഉറക്കും ഞാൻ നിസ്കരിക്കുള്ളൂ. അതിൽ എന്തുണ്ടാവില്ല, നമുക്ക് ഈമാനും ഇഖ്ലാസും ഒന്നും നിലനിർത്താൻ കഴിയൂല. ആ കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇനി നമ്മളങ്ങനെ ഉറങ്ങി എണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് അത് ഞാൻ വിശദീകരിക്കണില്ല. നേരെ ഡ്യൂട്ടിക്ക് ചെല്ലുന്നു. ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോരുത്തരുടെ ഓഫീസിൻ്റെ അവസ്ഥക്കനുസരിച്ചുണ്ടായിരിക്കും സാഹചര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ. നമുക്ക് പലപ്പോഴും വരുന്ന ആളുകൾ, ഓഫീസിലേക്ക് വരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരനായിരിക്കാം, അല്ലെങ്കിൽ വേറെ കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അവർ പലപ്പോഴും നമ്മളെന്ത് ചെയ്യും, പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാവിന് നോമ്പുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, ചെവിക്ക് നോമ്പുണ്ട്, നമ്മുടെ കയ്യിന് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുക മാത്രമല്ല നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ക്ഷമിക്കാൻ പരിശീലിക്കുക. അതിന് റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അന സ്വായിമൻ അല്ലെങ്കിൽ ഇന്നി സ്വായിമൻ. ഇത് നമ്മളെപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ ഉറക്കൊരു ഞാൻ ഇന്നി സ്വായിമൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്കാവില്ല എന്നോട് സംസാരിക്കാം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിയുക. അല്ലെങ്കിൽ നമ്മളെ നോമ്പ് ബാത്തിലാവാൻ സാധ്യത ഏറെയാണ്. പിന്നെ സമയക്രമം വേണമെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പള്ളിയിലേക്ക് പോവാം. അത് ഓഫീസിൻ്റെ സാഹചര്യം, നമ്മുടെ മുതലാളി ഗഫീൽ ആരാണോ എന്നൊക്കെ ചോദിച്ചൊന്ന് ഉറപ്പാക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പോവാം, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് പോവാം. ഇവിടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പള്ളിയും സജീവിക്കാരും കട സ്വാഭാവികമായിട്ടും ബന്ധാകും. പള്ളിയിൽ ദുഹറിന് പോവുക, ദുഹറിന് പോയി ദുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജവാബ് കൊടുക്കുക. അവിടുന്ന് തഹിയ്യത്തിനാണ് അല്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കുക. 4 റക്അത്ത് സുന്നത്ത്. ഇപ്പം എത്ര റക്അത്ത് നമ്മൾ റവാത്തിബ് നിസ്കരിച്ചു? 2 റക്അത്ത് നിസ്കരിച്ച്. ഈ 4 റക്അത്താണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഖബല ദുഹർ, സ്വലാത്തു ഖബല ദുഹർ, ദുഹർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ്. പലരും 2 റക്അത്ത് നിസ്കരിക്കും. 4 റക്അത്ത് അവിടെ നിസ്കരിക്കുക. 4 കൊണ്ട് എത്രയായി? 6. 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ആ ഭവനം കിട്ടുക എന്നുള്ള നിയ്യത്തിലാണ് നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുന്നത്. എന്നിട്ട് അവിടെ പ്രാർത്ഥനയോടുകൂടെ സുബഹിക്ക് മുമ്പ് ചെയ്ത പോലെ ചെയ്യുന്നു, ളുഹർ നിസ്കരിക്കുന്നു, ദുഹർസ്കാരം കഴിയുന്നു. ദുഹർസ്കാരത്തിന് ശേഷം റവാത്തിബായിട്ട് എത്ര നിസ്കരിക്കണ്ടേ? 2. അപ്പോൾ എത്രയായി? 8 റക്അത്തായി. എന്നാൽ ളുഹറിന് ശേഷം റവാത്തിബിന് പുറമെ 2 റക്അത്തും കൂടി നിസ്കരിക്കുക. എത്രയായി? 4. അത് ഇതിൽ പെടൂല, റവാത്തിബിൽ പെടൂല കേട്ടോ. അങ്ങനെ ളുഹർ നിസ്കാരത്തിന് ശേഷം ഒരു 10 പേജ് ഓതാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ജോലിക്ക് വരുന്നു, ജോലിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വീണ്ടും അസർ ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവാണ്. അസർ ജമാഅത്തിന് പോകുമ്പോൾ അസറിന് മുമ്പ് റവാത്തിബ് നമസ്കാരങ്ങളൊന്നുമില്ല. പക്ഷേ 4 റക്അത്ത് സുന്നത്ത് അവിടെ നിന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. ഏതാണെങ്കിൽ റഹിം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടട്ടെ, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റമദാനിൽ മാത്രമല്ല, റമദാനിൽ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും പലരും ഒക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ അനവധിയുണ്ട്. അവിടെ നിന്ന് 4 റക്അത്ത് നിസ്കരിക്കുന്നു, അസർ നിസ്കരിക്കുന്നു. അസറിന് ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലും ദിക്റുണ്ടോ? അല്ല, എന്തെങ്കിലും നിസ്കാരമുണ്ടോ? ഇല്ല. അസറിന് ശേഷം നിസ്കാരമില്ല, സുന്നത്ത് നിസ്കാരമില്ല. എന്നിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു. ചിലപ്പോൾ 4 മണിയാവുന്നതോട് കൂടെ ജോലിയൊക്കെ എന്ത് ചെയ്യും, അവസാനിക്കും. നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവുക. ചിലപ്പോൾ നമുക്ക് അങ്ങാടിയിലേക്കൊക്കെ പോകേണ്ടി വരും. അങ്ങാടി എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ വേണമല്ലോ, കുടുംബം പട്ടിണി നടക്കാൻ പാടില്ല. അങ്ങാടിക്ക് പോകുമ്പോൾ കുറച്ച് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? പള്ളിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള സ്ഥലം ഏതാ? അങ്ങാടിയാണ്. അപ്പോൾ ഈ റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ആ കോപമുള്ള സ്ഥലത്തല്ല കൂടുതൽ ഉണ്ടാകേണ്ടത്. നമ്മൾ എവിടെ ഉണ്ടാകേണ്ടത്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ്. അതിന് നമ്മൾ പ്രത്യേകം പ്ലാനിങ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങാടിക്ക് എത്തുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞത്. പ്രത്യേക പ്രാർത്ഥനയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമുതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, 10 ലക്ഷം നന്മകൾ കിട്ടണം. നോക്കണേ, റമദാനിലാണ്. നമ്മൾ അങ്ങാടിയായിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കും എന്തായാലും.
വീട്ടിലേക്ക് അരി വേണ്ടി വരും, പൊടി വേണ്ടി വരും, വെജിറ്റബിൾസ് വേണ്ടി വരും, ഫ്രൂട്ട്സ് വാങ്ങേണ്ടി വരും. ഒരു കുടുംബത്തേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കൊണ്ടുവരേണ്ടി വരും. അങ്ങോട്ടേക്ക് പോകേണ്ടി വരും, പോകാൻ കഴിയില്ല. എങ്കിൽ 10 ലക്ഷം നന്മകളാണ് ഒരൊറ്റ ദിക്റ് ചെല്ലുന്നതോടുകൂടെ നമുക്ക് കിട്ടണം. അപ്പോൾ റമദാനിലാകുമ്പോഴത്തേക്കാരും അതേപോലെ തന്നെ 10 ലക്ഷം തിന്മകൾ മായ്ക്കും, 10 ലക്ഷം പദവികൾ ഉയർത്തുമെന്നാണ്. ഞാൻ കൂടുതൽ സമയം ദീർഘിക്കുന്നില്ല. അങ്ങനെ അസറിന് ശേഷം നമ്മൾ സൂക്കിൽ പോകേണ്ടവർ സൂക്ക് പോവുക, അല്ലെങ്കിൽ ഇസ്തിറാഹത്ത് എടുക്കേണ്ടവർക്ക് ചില റാഹത്ത് വേണമെങ്കിൽ എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പ്രത്യേകിച്ച് നമ്മൾ ഈ സെൻറ്ററുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഇഫ്താറുണ്ട്. ഇഫ്താറിന് വേണ്ടി ഇവിടെ പല ഭക്ഷണം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുമായി സഹായങ്ങൾ കൊടുക്കുക. ജ്യൂസ് അടിക്കുന്നിടത്തോ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നിടത്തോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഭാര്യയെ സഹായിക്കുന്നിടത്തോ, എൻ്റെ ഭാര്യ ഇത് കേൾക്കണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, സഹായിക്കുക, ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് എന്തു ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അവൻ്റെ കൂലി അതുപോലെ നമുക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നോമ്പുകാരന് ഒരു 10 നോമ്പുകാരൻ്റെ കൂലി ഉണ്ടാക്കണമെങ്കിൽ 10 നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ മതി. ഈ ഒരു പ്ലാനിങ് കൂടി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ സമയത്ത് വൈകുന്നേരം ചെല്ലേണ്ട കുറേ ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചെല്ലാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. വൈകുന്നേരം ചെല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റ് രാവിലെ ചെല്ലിയില്ലേ, ആ ദിക്റുകൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി മാറ്റി വെക്കണം. ഈ റമദാൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിൽ അത് മറന്നു വരരുത്. അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. പിന്നെ മഗ്‌രിബിന് മുമ്പായി നല്ല സജീവ പ്രവർത്തകരാണ് നമ്മളൊക്കെ. ഭക്ഷണം കൊടുക്കണ്, വെള്ളം കൊടുക്കണം, ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കണം. ആ റമദാൻ നോമ്പ് തുറക്കണ ആദ്യത്തെ നോമ്പാണ്. ആദ്യത്തെ റമദാനിൻ്റെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ ഈത്തപ്പഴം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ കൈ ശരിക്കും ഈമാനുള്ള തഖ്വ കൂടുതലുള്ള ആളുകൾക്ക് കൈ വറക്കും, കണ്ണിന്ന് വെള്ളം എന്തായാലും വരും. കാരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. റമദാൻ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അൽ-ഇംസാക്കാണ്. അൽ-ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പട്ടിണി എടുക്കാൻ ഒരു പ്രയാസമില്ല. അല്ലാത്ത കാര്യങ്ങൾ പിടിച്ചു വെക്കാനാണ് കുറച്ച് പ്രയാസമുള്ളത്. അങ്ങനെ നമ്മൾ ആ ഈത്തപ്പഴം ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടോ. അവിടെ എന്ത് ചെയ്യരുത്, കുറേ ശണ്ട കൂടാൻ, അങ്ങോട്ട് കൊടുക്ക് ഇങ്ങോട്ട് കൊടുക്ക്, അവിടെ കിട്ടിയില്ല എവിടെ കിട്ടിയില്ല എന്ന പാഠത്തിനിടയിൽ അവസാനം ബാങ്ക് കൊടുക്കുമ്പോൾ ആ നോമ്പ് തുറക്കാൻ പോലും ഈ സ്വാധീനം ചിലപ്പം മറന്നിട്ടുണ്ടാവും. നോമ്പ് തുറക്കൽ ധൃതി കൂട്ടണമെന്ന് പറഞ്ഞു, ആ സമയത്ത് പ്രാർത്ഥന ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു കൊണ്ട് ആ ഈത്തപ്പഴം ബിസ്മില്ല എന്ന് പറഞ്ഞ് ഈത്തപ്പഴം കഴിക്കുക, അവിടെ ബിസ്മി ചെല്ലണം. എന്നിട്ട് അതിന് ശേഷം ഇൻഷാ അല്ലാഹ് എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അങ്ങനെ ഒരു നോമ്പുകാരനായി അവിടെ അവസാനിക്കുന്നു. അങ്ങനെ ഇഫ്താറൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ദീനിയായ പ്രാർത്ഥനകളും ദിക്റുകളും ഖുർആനോത്തും ഒക്കെ ആയിട്ട് സജീവമായിട്ട് പോവുക. പിന്നുള്ളത് ഇശാനിസ്കാരമാണ്. ഇശാനിസ്കാരത്തിന് നമ്മൾ പലപ്പോഴും തറാവീഹിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ചില ആളുകൾ നഷ്ടപ്പെടുന്ന ഒരു ജമാഅത്ത് നിസ്കാരമാണ് ഇശാനിസ്കാരം. അത് വലിയ അപകടം ഉണ്ടാക്കും. തറാവി എന്താണ്? സുന്നത്താണ്, ശക്തമായ മോക്കതായ സുന്നത്താണ്. എന്നാൽ ഇശാവോ എന്നാലോചിച്ച് നിങ്ങളത് വാജിബാണ്. അത് ഒരിക്കലും ജമാഅത്ത് മുടങ്ങാൻ പാടില്ല. ആ കാര്യം പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ തറാവി നിസ്കരിക്കുമ്പോൾ ഇമാമിനോട് കൂടെ കഴിയുവോളം നിസ്കരിക്കാൻ, കഴിയുവോളം നിസ്കരിക്കുക. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ പുണ്യം പറഞ്ഞാൽ എന്താ, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്. ആ പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. 2 റക്അത്ത് നിസ്കരിച്ചിട്ടും പോകും. അങ്ങനെയല്ല, ഇമാമ് തുടങ്ങി വെച്ചത് മുതൽ പൂർത്തിയാവുമ്പോൾ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഈ പുണ്യം നമുക്ക് നേടാൻ കഴിയും. ഞാൻ ചുരുക്കിയതാണ്. എന്നിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുന്നു. ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ ജോലിക്ക് പോവുക, റൂമിലേക്ക് വരുന്നു, ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ മര്യാദകളും നമ്മൾ പാലിക്കണം. ഇതിനൊക്കെ നിസ്സാരമാക്കണം പലപ്പോഴും. ഈ സുന്നത്ത് എവിടെയാണ് പഠിപ്പിക്കണ അറിയങ്ങൾ? എവിടെയാണ് പഠിപ്പിക്കണ അറിയും? ഫാത്തിമ ബീവി നബിയുടെ പുന്നാര മകളാണ്. നബിയുടെ കരളിൻ്റെ കഷ്ടമാണ്. കരളിൻ്റെ കഷ്ടത്തിനൊരു പ്രയാസം നേരിട്ടു. ദൂരെ ദിക്കിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരണം, വീട്ടിലെ പണിയെടുക്കണം, വളരെ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഉപ്പാനോട് പറയണം, ഉപ്പ എനിക്ക് വയ്യ, 2 ഭൃത്യന്മാരെ തരുമോ, 2 വേലക്കാരെ തരുമോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ നായകനാണ്.
നീതിമാനായ ഭരണാധികാരിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ്. ഫാത്തിമയെ വിളിച്ചു, പൊന്നുമോളെ. ഫാത്തിമേൻ്റെ അടുത്തണ്ട് പോയിരുന്നു. എന്നിട്ട് പറയാണ്, ഉറങ്ങണതിന് മുന്നേ സുബ്ഹാനല്ലാഹ് 33 ചൊല്ലിക്കട്ടോ, അൽഹംദുലില്ലാഹ് 33 ചൊല്ലിക്കട്ടോ, അല്ലാഹു അക്ബർ 33 ചൊല്ലിക്കട്ടോ. അവിടെ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവിടുത്തെ പ്രാർത്ഥനകൾ ചെല്ലുക. അങ്ങനെ നല്ലൊരു ഉറക്കം. ആ ഉറങ്ങണതിന് മുന്നേ നിയ്യത്തോട് വെക്കുക. ക്ലിയറാണ്. ചെയ്യുന്നതൊക്കെ നിയ്യത്ത് ചെല്ലുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചെയ്യുന്നതൊക്കെ പ്രതിഫലം അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതും കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. പ്രതിഫലം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ റവാത്തിബ് നമസ്കാരം നിസ്കരിക്കുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ട്. അങ്ങാടിയിൽ ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലുന്നവര് 10 ലക്ഷം നന്മകളുണ്ട്, 10 ലക്ഷം പാപങ്ങൾ പൊറുക്കുന്നു, 10 ലക്ഷം പദവികൾ ഉയർത്തുന്നു. ആ നീയത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. റമദാനിൽ ഒരു ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ഉംറക്ക് നബിയുടെ കൂടെ ഉംറ ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പുണ്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഏത് കാര്യം എങ്ങനെയാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക്, ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. എന്താ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഊതുമലയോളം, 2 ഖിറാത്ത് എന്ന് പറഞ്ഞാൽ 2 ഊതുമലയോളം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് അറിയില്ലായിരുന്നു. കുറേ മയ്യത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഉണ്ടോ? ആയിഷ ബീവിൻ്റെ അടുക്ക് ആളെ വിട്ടു. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അത് റസൂൽ പഠിപ്പിച്ച സുന്നത്താണ്, അങ്ങനെ പ്രതിഫലമുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനുണ്ട്, എത്ര ഖിറാത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന്. മയ്യത്ത് നിസ്കരിക്കാത്തതുകൊണ്ടാണോ? അല്ല. ഇവിടുത്തെ പോയിന്റ് എന്താ? നിങ്ങൾ പ്രതിഫലത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ആ നിയ്യത്തിൽ അമൽ ചെയ്യുക. മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഈമാനോട് കൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തിലെ ഒരു നോമ്പ് നോറ്റി കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു തരും. അല്ലാഹു തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലൊരു പ്ലാനിങ് എല്ലാവരും വരുത്തുക. അല്ലാഹു തആല റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരെയും കുടുംബങ്ങളെയും ഇതിനു വേണ്ടി തയ്യാറാക്കുക. അല്ലാഹു തആല കുടുംബത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.